ഞാൻ കുറച്ച് തേങ്ങയും കരിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അഭിഷേകന്റെ വീടാണ്. അഭിഷേടാ എന്തോ അപ്പൊ കുറച്ച് തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിടിച്ചോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ? ഒരു വലിയ പരീക്ഷണമാണല്ലോ. വാ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. ഇതാണ് അഭിഷേകന്റെ വീട്. അപ്പൊ സൈഡിൽ കൂടി നമുക്ക് അങ്ങോട്ട് പോവാം. അഭിഷേകൻ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതെ 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 അതെ. ഇവിടെയാണ് അഭിഷേകൻ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം. എല്ലാ സ്വന്തമായിട്ടുള്ള സംഭവങ്ങൾ വെച്ച് ചെയ്യുന്നല്ലേ? അതെ 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 അതെ. അമ്മിക്കല്ല് അല്ലേ? അമ്മിക്കല്ല് പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയേക്കണ കുറെ സംഭവങ്ങളൊക്കെയാണ്. നമ്മളെല്ലാം വെറൈറ്റി രീതിയിലുള്ള പരിപാടി, വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളല്ലേ? ഇപ്പൊ ഒരുപാട് വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പുറത്തെ ഇതിലൊക്കെ. തമിഴ് ചാനൽ കണ്ടിട്ടുണ്ട്, പല ഇതിൽ കണ്ടിട്ടുണ്ട്. ജപ്പാനിലുണ്ട്, ചൈനയിലുണ്ട്, ചൈന അല്ലേ? ശരിക്കും അഭിഷേകൻ എന്തിന്റെ ഇതാണ് റെക്കോർഡാണ്? എനിക്ക് 15ഓളം റെക്കോർഡുണ്ട്. 15 റെക്കോർഡ്. അതെ അതെ അതെ. അതാണ് പറഞ്ഞത്. വ്യത്യസ്ത ഇനങ്ങളിലായിട്ടാണ് 15ഓളം റെക്കോർഡ്. അതിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു കോക്കനട്ട് ബ്രേക്കിംഗ് ആണ്. അതായത് 1 മിനിറ്റിൽ 146 നാളികേരം കൈകൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന റെക്കോർഡ്. അങ്ങനെ നിലവിലെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ജർമ്മൻകാരന്റെ പേര് ഇരുന്ന റെക്കോർഡായിരുന്നു. മുഹമ്മദ് ഖുർമാനി എന്ന് പറയുന്ന ആളുടെ പേര് ഇരുന്നായിരുന്നു. അയാൾ കയ്യിൽ ഹാമർ ഏന്തിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന അവിടുത്തെ നാട്ടിലെ റെഡ് വെൽറ്റുകാരനാണ്. അപ്പൊ എനിക്കൊരു എന്താ പറയുന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു. മറ്റൊന്നുമല്ല, ജർമ്മനി തെങ്ങും തേങ്ങ ഇല്ലാത്ത സ്ഥലമാണല്ലോ. അതെ. അപ്പൊ നമ്മുടെ ഈ നാട്ടിലെ കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ ആ റെക്കോർഡ് കൊണ്ടുവരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി 1 മിനിറ്റിൽ 60 എണ്ണമാണ് ചെയ്തിരുന്നത്. 60 എണ്ണം. ഞാനത് ഒരു 47 സെക്കൻഡിൽ 146 നാളികേരം ബ്രേക്ക്. ഡബിളിൽ കൂടുതൽ. അതെ അതെ. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഗിന്നസ് റെക്കോർഡ് വീഡിയോ. ആ വീഡിയോ ഞങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അഭിഷേകനാണെന്നും അതൊരു മലയാളിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇദ്ദേഹം ആരാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതൊരു കരിക്കാണ്. ഈ കരിക്ക് ഇപ്പൊ അഭിഷേകൻ ചെയ്യണ എന്താന്ന് കണ്ടോ? സിമ്പിൾ ആയിട്ടൊന്ന് കൈ വെച്ചൊന്ന് പൊട്ടിച്ച് കാണിക്കുക. ജസ്റ്റ് ഇത് അഭിഷേകൻ ആരാന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഇത് നമുക്ക് പല രീതിയിൽ കരിക്ക് ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വെട്ടിപ്പൊട്ടിക്കുന്ന ഒരു സംഭവം ഞാൻ ചെയ്തു കാണിക്കാം. കണ്ടാ ആ കരിക്ക് വട്ടം പൊട്ടിപ്പോയി. ശരിക്കും നമ്മൾ വാക്കത്ത് വെച്ച് 5-8 വെട്ടുന്ന വെട്ടാണ്. കൈ വെച്ച് സിമ്പിളായിട്ട് കൈ കണ്ടല്ല, സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്ത് അല്ലേ വന്നത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ കേട്ടോ. ഞാൻ ചെയ്യുന്നതല്ല, നമ്മുടെ ഹെൽത്ത് എത്രത്തോളം നമ്മൾ ഡെവലപ്പ് ആകുന്നോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ ഹെൽത്ത് നമ്മൾ ഡെവലപ്പ് ആക്കി കൊണ്ടുവരണം. അതാണ് ശരിക്കും ഈ ഒരു മലയാളി. ശരിക്കും മറ്റേ ആ പുള്ളി അവിടെ അറിയപ്പെട്ട എന്ത് പേരായിരുന്നു ജർമ്മനിയിൽ? കയ്യിൽ ഹാമർ എന്തി, അതായത് പിന്നെ ഹാമർമാൻ. ശരിക്കും നിങ്ങളെ എന്താ വിളിക്കണ്ടേ? ശരിക്കും ഒരു ഇരുമ്പ് മനുഷ്യൻ അല്ലേ? ആ ഒരു അത് ഞങ്ങൾക്ക് അങ്ങനെയാണ് വിളിക്കാൻ തോന്നുന്നത്. കാര്യം അത്രക്ക് ഇതുണ്ട്. ഇത് ശരിക്കും ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ഇത് തോന്നുന്നില്ല, ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നത്. അത്രയും ഒരു ഇതാണ് തോന്നുന്നത്. അപ്പൊ അഭിഷേക് നമുക്ക് ഇത് എങ്ങനെ പൊട്ടിക്കാം? ഇത് വേറൊരു രീതിയിൽ എന്ത് പൊട്ടിക്കാൻ? ഹെഡിൽ ബ്രേക്ക് ചെയ്യാനായിട്ട്. ഹെഡിൽ ബ്രേക്ക് ചെയ്യണം. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. പക്ഷെ അത് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കും, ഇതൊന്നും ആരും അനുകരിക്കരുത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ നമ്മൾക്ക് ഒരു കറക്റ്റ് പൊസിഷനിൽ മാത്രം അടിച്ചു കഴിഞ്ഞാലും അതുപോലെ നല്ല ബ്രീത്തിങ് എക്സർസൈസും ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഈ പോയിന്റ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഇഞ്ചുറി ഉണ്ടാവും. അത് ഞാൻ ഈ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും പോയി അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. നമുക്കറിയാം, ഇത് ഒരു വെച്ചിങ്ങ പോലും തെങ്ങേന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടുന്ന സാധനമല്ല. ഇത് പൊട്ടി 2ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് അത്രയും പവറും ലോഡും കൊടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് ബോഡിയിൽ ബിൽഡ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ആ കറക്റ്റ് പോയിന്റിൽ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബ്രേക്ക് ആവുള്ളൂ. ഞാൻ നോക്കട്ടെ, ഞാൻ ബ്രേക്ക് ആവാൻ നോക്കട്ടെ. അവര് തല വെച്ച് അടിച്ച് പൊട്ടിച്ച്. വെള്ളം കുറച്ചുണ്ട്, ഞാൻ കുടിക്കാം. വെള്ളം കുടിച്ചോ. ആ തലയിൽ വീണേക്കണ തുടച്ചു കളഞ്ഞ നല്ല ഇതിൽ വീണിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്നും ആരും ചെയ്തു നോക്കരുത്. ഇതൊക്കെ റെക്കോർഡ്, ലോക റെക്കോർഡ് വരെ കിട്ടിയ ഐറ്റംസ് ആണല്ലേ അഭിഷേക്? ഒരു സാധാരണക്കാരനായ നാട്ടിൻപുറത്തുകാരനെ തേടി ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ വന്ന് കിട്ടിയപ്പോൾ അങ്ങനത്തെ ഒരാളല്ല. ശരിക്കും അഭിഷേക് ഈ ഒരു തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബൈ ചാൻസിലായിരുന്നു പെട്ടെന്നുള്ള ഒരു. അഭിഷേക് ഈ ഒരു സംഭവം നല്ല വെയിറ്റ് ഉള്ളത്, ഇത് പൊക്കാൻ പറ്റും? എടുത്ത് പൊക്കുകയാണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ഇതുകൊണ്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എങ്ങനെ ചെയ്യുന്നു? ഞാൻ പുഷപ്പ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ പുറത്ത് കയറ്റി വെച്ചിട്ട് പുഷപ്പ് അടിക്കും. ജസ്റ്റ് ഒന്ന് പൊക്കി കാണിക്കാം എന്താ ഇത് വെച്ച് കാണിക്കാം. അപ്പൊ ശരിക്കും ഈ ഒരു അമ്മിക്കല്ല് അല്ലേ? അതെ അതെ. ഈ ഒരു അമ്മിക്കല്ല് നമുക്ക് നല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഉപകാരമില്ലാത്ത സാധനമാണ്. ഞാൻ ഈ ലോക്ക്ഡൌണിൽ നമുക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാതെ അല്ലാത്ത രീതിയിലുള്ള പ്രാക്ടീസുകൾ പലതും ഞാൻ പരീക്ഷിക്കാറുണ്ട്. അതിപ്പം ഞാൻ വീട്ടിൽ കൈ കിട്ടുന്ന എന്ത് സാധനം എടുത്തിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പ്രാക്ടീസ് ചെയ്യും. അമ്മിക്കല്ലെടുത്ത് പൊക്കാൻ പോവാണ്. അമ്മിക്കല്ലെടുത്ത് പൊക്കി നമുക്ക് നല്ല വെയിറ്റ് ഉള്ള ഇതാണ്. അതായത് നമ്മുടെ ഷോൾഡറിന് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു. ഓക്കെ, ഒന്ന് കാണിച്ചു.
ഓക്കെ മതി ചേട്ടാ, മതിയോ? മതി 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 മതി. താഴ്ത്തിട്ടാക്കാം അല്ലേ? എൻ്റെ അമ്മ, അത് വീണപ്പോഴുള്ള സൗണ്ട് കേട്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു പവർ. പിന്നെ ഈ ഒരു സംഭവം എന്തിനാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഇത് ഞാനേ കൈക്ക് നമുക്ക് ഹാമർ പോലെ തന്നെ കൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈക്ക് അത്ര ഈ സ്ട്രെങ്ത് വേണമല്ലോ, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ട്യൂബാണേ, ട്യൂബ് കെട്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഇത് നമ്മൾ അടിക്കുമ്പോൾ മൂവ് ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഒരു പവർ കയ്യിലേക്ക് കിട്ടുള്ളൂ. നമ്മുടെ കൈയുടെ ഇവിടെ അടിക്കുക, അതുപോലെ തന്നെ നമ്മുടെ എൽബോ അടിക്കുക, അതുപോലുള്ള ഇത് നമ്മളൊരു ഇത് കയറ് വരിഞ്ഞ് ശരിക്കും ആ കരിക്ക് ബ്രേക്ക് ചെയ്യണത് എങ്ങനെയൊക്കെ? തല വെച്ച് ബ്രേക്ക് ചെയ്യും, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്, വിവിധ കാൽമുട്ട്. അങ്ങനെ എന്തിനൊക്കെ കിട്ടി? 45 കരിക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ നേടാനായിട്ട് വരും. അതും കിട്ടി. ഇതുപോലത്തെ ഇങ്ങനെയൊക്കെ ചെയ്താണ് പ്രാക്ടീസ് ഉണ്ടായല്ലേ? പ്രാക്ടീസ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്കേ വന്നപ്പോ ഒരു തേങ്ങ കൊണ്ടുവന്നില്ലേ? അപ്പൊ തേങ്ങ പൊതിച്ചിട്ടുള്ള ഇതാണ് ഇത്. ഒരു സാധാരണ തേങ്ങയാണ്. അപ്പൊ ഈ തേങ്ങ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ? പൊട്ടിക്കാം. അത് പൊട്ടിക്കുമ്പോ പ്രത്യേകതയുണ്ട്, അതിപ്പോ നമുക്ക് നോക്കാം. ഈ തേങ്ങ വെറുതെ പൊട്ടിക്കുമല്ല, പ്രത്യേകത നമുക്ക് നോക്കാം. ഒരു റിങ് വെച്ചിട്ട്. അഭിഷേക് ഇത് എന്തിനാ വെച്ച റിങ്? ഇത് തേങ്ങ നമ്മൾ അടിക്കുമ്പോൾ സ്ലിപ്പ് ആകാതിരിക്കാൻ വേണ്ടിട്ട് റിങ് വെച്ച്. അപ്പൊ പൊട്ടിക്കണതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കയ്യിൽ എന്തായിരിക്കണം നോക്കിയേ, തേങ്ങ മാത്രമല്ല ഒരു മുട്ടയുണ്ട്, കോഴിമുട്ട. ഈ കോഴിമുട്ട കൈ വെച്ചിട്ട് ഈ തേങ്ങ അടിച്ചു പൊട്ടിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും ഇതൊരു ഗിന്നസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഐറ്റാണ് ഇത്. ഒരു മിനിറ്റിൽ ഇത്ര എണ്ണോ എന്നുള്ള രീതിയിൽ മുട്ട കൈ പിടിച്ചോണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ഒരുപാട് പൊട്ടിക്കാം, പക്ഷെ നമ്മളിതിപ്പോ ഒരെണ്ണോ പൊട്ടിക്കുള്ളൂ. അപ്പൊ അതേ അഭിഷേകണ്ണ പൊട്ടിക്കാൻ പോവാണ്. മുട്ട കൈയുടെ ഉള്ളിൽ പിടിച്ച് തേങ്ങ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നു. ഓക്കെ അഭിഷേകം, തേങ്ങ പൊട്ടി. മുട്ടയുണ്ട്, മുട്ട ഒന്ന് പൊട്ടിച്ച് കാണിച്ച അഭിഷേകം. മുട്ട പൊട്ടിക്കാം അല്ലേ? ജസ്റ്റ് ഒന്ന്